അമേരിക്കയുടെ ചരിത്രം ഒരു കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഈ വീഡിയോ സീരീസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് ഏബ്രഹാം ലിങ്കൻ്റെ കൊലപാതകത്തെക്കുറിച്ചായിരുന്നു. സിവിൽ വാർ കഴിഞ്ഞ് വെറും 5 ദിവസം മാത്രമാണ് അദ്ദേഹത്തിന് ജീവിച്ചിരിക്കാൻ സാധിച്ചത്. സിവിൽ വാറോടുകൂടി നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും, അതായത് നോർത്തേൺ സ്റ്റേറ്റ്സും സദേൺ സ്റ്റേറ്റ്സും ഒന്നിച്ച് വീണ്ടും പഴയതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയായി. 1865 നിലവിലെ കഥാപശ്ചാത്തലം അരങ്ങേറുന്നത്. 1865 ആയപ്പോഴേക്കും അമേരിക്ക കടബാധ്യതയുടെ പടുകുഴിയിലേക്ക് വീണു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം സിവിൽ വാർ തന്നെ. 1860 സിവിൽ വാർ ആരംഭിക്കുന്നത്. 1860 അമേരിക്കയുടെ കടബാധ്യത 6.5 കോടി അമേരിക്കൻ ഡോളേഴ്സായിരുന്നു. എന്നാൽ 5 വർഷം കൂടി കഴിഞ്ഞ് സിവിൽ വാർ അവസാനിച്ചപ്പോൾ അത് 270 കോടി അമേരിക്കൻ ഡോളേഴ്സായിട്ട് മാറി. യുദ്ധം തന്നെയാണ് പ്രധാനപ്പെട്ട വില്ലൻ. എന്നാൽ അതിനുപരിയായിട്ട് അമേരിക്കൻ ഗവൺമെൻറ് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ഗ്രീൻ ബാഗ്സ് എന്ന് പറയും. സാധാരണഗതിയിൽ കറൻസി അച്ചടിക്കുന്നത് ആ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എത്രമാത്രം സ്വർണ്ണമുണ്ടെന്നുള്ള അടിസ്ഥാനത്തിലായിരിക്കും. ഒരുപാട് സ്വർണ്ണമുണ്ടെങ്കിൽ ഒരുപാട് കറൻസി അച്ചടിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യമനുസരിച്ച് അങ്ങനെ കറൻസി അടിക്കാനൊന്നും പറ്റില്ല. പക്ഷേ യുദ്ധത്തിൻ്റെ കാലഘട്ടമായിരുന്നല്ലോ. അപ്പോൾ ആ യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ അമേരിക്കൻ ഗവൺമെൻറ് കയ്യിലുള്ള സ്വർണ്ണമൊന്നും നോക്കാതെ ആവശ്യത്തിലധികം പണം അച്ചടിച്ചിട്ടുണ്ടായിരുന്നു. യുദ്ധം കഴിഞ്ഞതോടുകൂടി ഇൻഫ്ലേഷൻ ഉയർന്നു വന്നു. സാധനങ്ങളുടെ വില മുൻപുണ്ടായിരുന്നതിനേക്കാൾ 80% വരെ വർദ്ധിച്ചു. സിവിൽ വാറിൻ്റെ സമയത്ത് ഒരുപാട് ഫാക്ടറികൾ നശിപ്പിച്ചിട്ടുണ്ട്, കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്, പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അവസാനം നോർത്ത് സ്റ്റേറ്റ്സും സദേൺ സ്റ്റേറ്റ്സും എല്ലാം ഒന്നിച്ചപ്പോൾ അവരുടെ പക്കൽ കാര്യമായിട്ട് ഫാക്ടറീസ് ഒന്നും ഇല്ലാതെയായി. ഫാക്ടറീസ് ഇല്ല, തൊഴിലില്ല, എല്ലാ സാധനങ്ങൾക്കും തീ പിടിച്ച വിലയാണ്. ഡോളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ആ ഡോളറിന് കാര്യമായിട്ടുള്ള ഒരു മൂല്യവുമില്ല. കടം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് അമേരിക്ക. ഇങ്ങനെ തകർന്ന് നാമാവശേഷമായി നിൽക്കുന്ന അമേരിക്ക പിന്നീട് എങ്ങനെയാണ് ലോകത്തെ തന്നെ ഭരിക്കുന്ന ഒരു കോടീശ്വരനായി മാറിയത്, ലോകത്തെ മുഴുവനും നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു ലോക പോലീസായി മാറിയത്? നമുക്ക് പരിശോധിക്കാം. ഈ സീരീസിൻ്റെ ആദ്യ എപ്പിസോഡുകളൊക്കെ ഞാനൊരു പ്ലേലിസ്റ്റിലാക്കി ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാം. ഈ കടബാധ്യതയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായി അമേരിക്കയുടെ പക്കൽ ഒരു മാർഗമുണ്ടായിരുന്നു. 2026 അമേരിക്ക നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അതേ മാർഗം തന്നെ, താരിഫ് വർദ്ധിപ്പിക്കുക. ഒറ്റയടിക്ക് അവർ താരിഫ് 45% ഉയർത്തി. താരിഫ് എന്ന് പറയുമ്പോൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുണ്ടല്ലോ, ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ആ കാലഘട്ടത്തിൽ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ, ആ സാധനങ്ങളുടെ ടാക്സ് 45% വർദ്ധിപ്പിച്ചു. ഇതിലൂടെ അമേരിക്കയ്ക്ക് ശരിക്കും 2 നേട്ടങ്ങളുണ്ട്. ഒന്ന്, അമേരിക്കയ്ക്ക് അവരുടെ പക്കലുള്ള പണം വർദ്ധിപ്പിക്കാം. കാരണം താരിഫ് വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ കൂടുതൽ പണം ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ അമേരിക്കയിൽ കൊടുക്കണം, അമേരിക്കൻ ഗവൺമെൻറ്റിന് കൊടുക്കണം. എങ്കിൽ മാത്രമേ അവരുടെ സാധനങ്ങൾ അവിടെ വിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബ്രിട്ടനൊക്കെ സാധനങ്ങൾ വിൽക്കുമ്പോൾ ഈ 45% വില കൂടി അവരുടെ സാധനത്തിൻ്റെ മുകളിൽ കൂട്ടിയിട്ടായിരിക്കും സാധനങ്ങൾ വിൽക്കുക. സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ ബ്രിട്ടൻ വിൽക്കുന്ന അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ വിൽക്കുന്ന സാധനങ്ങളുടെ വില കൂടും. ഇത് ശരിക്കും അമേരിക്കയിൽ തന്നെ ആഭ്യന്തരമായിട്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഈ പറയപ്പെടുന്ന കാലഘട്ടത്തിൽ അമേരിക്കയിൽ ധാരാളമായി റെയിൽവേ റോഡുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ആ റെയിൽവേ പാതകൾ പണിയാനായിട്ട് ഒരുപാട് ഇരുമ്പിൻ്റെ ആവശ്യമുണ്ട്. കൂടാതെ ഇവർക്കെല്ലാം ധരിക്കാൻ വസ്ത്രങ്ങൾ വേണമല്ലോ, അപ്പോൾ കോട്ടൻ്റെ ആവശ്യവുമുണ്ട്. ഈ കോട്ടണും അതുപോലെ റെയിൽ റോഡ് പണിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇരുമ്പുമൊക്കെ പ്രധാനമായിട്ടും ഇറക്കുമതി ചെയ്യുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിൽ ഇത് വളരെ ചീപ്പായിട്ട് കിട്ടും. പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. കൂടാതെ ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് കോളനി ആ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ട്. അങ്ങനെ ആ കോളനികളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന തുച്ഛമായിട്ടുള്ള വേതനത്തിൽ ഉൽപ്പാദിപ്പിച്ചെടുത്തിരിക്കുന്ന ഈ വസ്തുക്കളൊക്കെ അമേരിക്കയിലാണ് അവർ വിറ്റ് ലാഭം ഉണ്ടാക്കുന്നത്. വളരെ വില കുറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ കോട്ടണോടും അതുപോലെ ഇരുമ്പിനോടുമൊക്കെ പയറ്റി നിൽക്കാൻ അമേരിക്കൻ വിപണിക്ക് സാധിക്കുമായിരുന്നില്ല. അമേരിക്കയിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നവരുടെ ചിലവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സാധനങ്ങൾക്ക്, അവരുടെ ഇരുമ്പിനും അവരുടെ പരുത്തിക്കുമൊക്കെ വില കൂടുതലാണ്. പക്ഷേ ഈ താരിഫ് വർദ്ധിപ്പിച്ചതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് അവരുടെ സാധനത്തിൻ്റെ വില ഗണ്യമായി വർദ്ധിപ്പിക്കേണ്ടി വന്നു. ഇത് ഏറ്റവും കൂടുതൽ സഹായിച്ചത് അമേരിക്കയിലെ തന്നെ പെൻസിൽവാനിയ എന്ന ഒരു പ്രദേശത്തെയാണ്. പെൻസിൽവാനിയ ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ ഇരുമ്പ് ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു പ്രദേശമാണ്.
ഇത് സ്വാഭാവികമായിട്ടും മറ്റ് രാജ്യങ്ങളിൽ വലിയ ദേഷ്യമുണ്ടാക്കി. പ്രധാനമായിട്ടും ഇത് ചൊടിപ്പിച്ചത് ബ്രിട്ടീഷുകാരെയാണ്. കാരണം ബ്രിട്ടീഷുകാരുടെ ആ കാലഘട്ടത്തിലെ നയത്തിന് നേരെ വിപരീതമാണ് താരിഫ് വർധന. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യവും താരിഫ് ഏർപ്പാടാക്കേണ്ട ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും ഏത് വിപണിയിൽ പോയും സാധനങ്ങൾ വിൽക്കാം. കാരണം ബ്രിട്ടീഷുകാർക്ക് അന്ന് വിൽക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. ലോകത്തിൻ്റെ വിവിധ മേഖലകളിലായിട്ട് അവർക്ക് ഒരുപാട് കോളനികളുണ്ട്. ആ കോളനികളിൽ ഒരുപാട് സാധനങ്ങൾ തുച്ഛമായ വിലയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്. അതൊക്കെ അവർക്ക് വിറ്റഴിക്കണം. പക്ഷേ ഈ താരിഫ് വർധന അതിനേറ്റ ഒരു കനത്ത തിരിച്ചടിയാണ്. ബ്രിട്ടീഷുകാർ അവർ വർഷങ്ങളായി പയറ്റിക്കൊണ്ടിരിക്കുന്ന ആയുധം ഇവിടെ വീണ്ടും എടുത്തു. ഡിവൈഡ് ആൻഡ് റൂൾ. നോർത്തേൺ സ്റ്റേറ്റ്സും സദേൺ സ്റ്റേറ്റ്സും തമ്മിൽ ഒരു വഴക്കുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അത് ഊതിപ്പെരുപ്പിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. അവർ പറഞ്ഞു ഈ താരിഫ് വർധന പൂർണ്ണമായിട്ടും നോർത്തേൺ സ്റ്റേറ്റ്സിലുള്ള ആളുകളുടെ മാത്രം ചിന്താഗതിയാണ്. നോർത്തേൺ സ്റ്റേറ്റ്സിന് താരിഫ് വർദ്ധിപ്പിക്കണം, അതേസമയം സദേൺ സ്റ്റേറ്റ്സിന് താരിഫ് വർദ്ധിപ്പിക്കേണ്ട. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു ക്ലാഷ് ഉണ്ട്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള രാജ്യങ്ങളായിട്ട് മാറണം. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രചരണങ്ങൾ ബ്രിട്ടീഷുകാർ നടത്തി. പക്ഷേ അത് കാര്യമായി വിലപ്പോയില്ല. കാരണം സദേൺ സ്റ്റേറ്റ്സിനും അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കണമല്ലോ. ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്നതും ഏറ്റവും കൂടുതൽ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നത്, അതായത് ഈ പരുത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടറികളൊക്കെ പ്രവർത്തിക്കുന്നത് സദേൺ സ്റ്റേറ്റ്സിലാണ്. ബ്രിട്ടീഷുകാരുടെ സാധനത്തിൻ്റെ വിലയൊന്ന് കൂടിയാൽ മാത്രമാണ് അവർക്കിത് വിറ്റഴിക്കാൻ സാധിക്കുന്നത്. കാനഡയിലും ഇതേ പ്രശ്നം തന്നെ ഉണ്ടായി. കാനഡയും അമേരിക്കയും തമ്മിൽ ഒരു റെസിപ്രോക്കൽ ട്രീറ്റിയാണ് ഉണ്ടായിരുന്നത്. അതായത് രണ്ടിടത്തും ഒരേപോലെ തന്നെ ആളുകൾക്ക് സാധനം വിൽക്കാം, അഡീഷണൽ ആയിട്ടുള്ള ഒരു താരിഫും ഏർപ്പാടാക്കില്ല. പക്ഷേ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് അമേരിക്കയുടെ 45% താരിഫ് വർധന. കാനഡ അതോടുകൂടി അമേരിക്കയുമായിട്ടൊരു രീതിയിലുള്ള വ്യാപാര ബന്ധവും വേണ്ടെന്ന് തീരുമാനിച്ചു. ആ കാലഘട്ടത്തിൽ ശരിക്കും കാനഡ എന്ന രാജ്യമില്ല. കാനഡ പല പല പ്രൊവിൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. പല പല ചെറിയ സ്റ്റേറ്റുകളുടെ ഒരു കോമ്പിനേഷനല്ല, പല പല സ്റ്റേറ്റുകളായിട്ട് വേർപെട്ട് നിൽക്കുകയാണ്. ഇത് പിന്നീട് കാനഡ എന്ന രാജ്യം ഉണ്ടാകുന്നതിന് പോലും കാരണമായി മാറി. കാനഡയുടെ ചരിത്രം വളരെ ഡീറ്റെയിൽ ആയിട്ട് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കും ഞാൻ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, ഒന്ന് പരിശോധിക്കുക. കാനഡ അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഏതാണ്ട് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു. ഇനി ഒരു ട്രേഡ് നടത്തേണ്ടെന്ന് അവർ തീരുമാനിച്ചു. അവർ കൂടുതലായിട്ടും ബ്രിട്ടീഷുകാരുമായിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ഫ്രഞ്ചുകാർ കൂടുതൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ആയിരുന്നു ആ കാലഘട്ടങ്ങളിൽ ട്രേഡ് ചെയ്തിരുന്നത്. ഫ്രഞ്ചുകാർക്കും ഇത് വലിയ തിരിച്ചടിയാണ്. പക്ഷേ അവർ അങ്ങനെയൊന്നും പ്രകടിപ്പിച്ചില്ല. അവർ അമേരിക്കയുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത്. അവർ പറഞ്ഞു ഇത് അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല, താരിഫ് അങ്ങനെ വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ സൗഹൃദ ബന്ധം ഞങ്ങൾ ശരിക്കും ആഘോഷിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്, കുറഞ്ഞ ടാക്സ് ആക്കിയില്ലെങ്കിൽ പോലും നിങ്ങളോടൊപ്പം നിൽക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അമേരിക്ക ഇങ്ങനൊരു നയമൊക്കെ ഉണ്ടാക്കിയെങ്കിലും അതിൻ്റെ വലിയ പ്രത്യാഘാതങ്ങളൊന്നും അവർക്ക് നേരിടേണ്ടി വന്നില്ല. യൂറോപ്പ് ഒന്നും അമേരിക്കയെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചില്ല. കാരണം അവർക്ക് അമേരിക്കയെ കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒരുപാട് ഗോതമ്പ് ആ കാലഘട്ടങ്ങളിലൊക്കെ അമേരിക്ക ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൊബാക്കോ ഉൽപ്പാദിപ്പിക്കുന്നൊക്കെയുണ്ട്. ഇതൊക്കെ യൂറോപ്പിന് അത്യാവശ്യമാണ്. കൂടാതെ അമേരിക്കയുമായിട്ടൊരു യുദ്ധത്തിലേക്ക് പോകേണ്ട ആവശ്യം അവർക്കില്ല. അതിനേക്കാൾ വലിയ യുദ്ധം ആ കാലഘട്ടത്തിൽ യൂറോപ്പിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. ആ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ വീഡിയോ സീരീസിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൂട്ടിച്ചേർക്കാം, പരിശോധിക്കുക. താരിഫ് വർദ്ധിപ്പിച്ചതുകൊണ്ട് മാത്രം അമേരിക്കയ്ക്ക് ഈ കടക്കണിയിൽ നിന്ന് കയറി വരാൻ കഴിയില്ല. അതിന് വേറെ മാർഗങ്ങൾ കണ്ടെത്തണം. ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കണം. ശരിക്കും പറഞ്ഞാൽ ലോട്ടറി ടിക്കറ്റ് അമേരിക്കയുടെ കയ്യിൽ തന്നെയുണ്ട്, അടിച്ച ലോട്ടറി ടിക്കറ്റ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ആ ലോട്ടറി ടിക്കറ്റ് ഇപ്പോൾ ക്യാഷ് ആക്കാൻ പറ്റുന്നില്ല. ഒരു ലോട്ടറി ടിക്കറ്റല്ല, 3 ലോട്ടറി ടിക്കറ്റുകളുണ്ട്. ഒന്ന് സ്വർണം, മറ്റൊന്ന് കോൾ അല്ലെങ്കിൽ കൽക്കരി, മൂന്നാമത്തത് പെട്രോൾ. ധാരാളമായി അമേരിക്കയുടെ വിവിധ മേഖലകളിലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമായിട്ട് പണമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. 1800കളിലാണ് അമേരിക്കയിൽ ആദ്യമായി സ്വർണത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നത്. സട്ടേഴ്സ് മില്ലെന്ന് പറഞ്ഞൊരു മില്ലുണ്ട്, ഗോതമ്പൊക്കെ പൊടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മില്ല്. ആ മില്ല് പ്രവർത്തിക്കുന്നത് നദിയുടെ ഒഴുക്കിൻ്റെ ഗതി അനുസരിച്ചിട്ടാണ്. ശക്തമായിട്ട് നദി ഒഴുകുമ്പോൾ ആ ഒഴുക്ക് കാരണം ഉണ്ടാകുന്ന ഊർജത്തിലൂടെയാണ് ആ മില്ല് പ്രവർത്തിക്കുന്നത്. ജെയിംസ് ഡബ്ല്യു മാർഷൽ ആ മില്ലിനോട് ചേർന്നുള്ള പ്രദേശത്ത് നിന്നും ആദ്യമായി ഗോൾഡ് ഫ്ലേക്സ് കണ്ടെത്തി.
പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടങ്ങൾ ഏകദേശം 1840കളുടെ കാലഘട്ടങ്ങളിൽ ഗോൾഡ് റഷാണ് അമേരിക്കയിൽ നടന്നത്. ആ കാലഘട്ടങ്ങളിലൊക്കെ കാലിഫോർണിയ വളരെ ക്വയറ്റായിട്ടുള്ള ഒരു പ്രദേശമാണ്. കാര്യമായിട്ട് ആളുകളൊന്നുമില്ല. ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ കാലിഫോർണിയയിലേക്ക് ഒഴുകിയെത്തി. ധനവാന്മാരുടെ ഒരു കേന്ദ്രമായി പിന്നീട് കാലിഫോർണിയ മാറി. ഇതിനും ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് 1740കളിലാണ് വിർജീനിയയിൽ നിന്നും പെൻസിൽവാനിയയിൽ നിന്നും കൽക്കരി അല്ലെങ്കിൽ കോൾ കണ്ടെത്തുന്നത്. അന്നിത് കണ്ടെത്തുമ്പോൾ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് കുറേയധികം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്റ്റീം എഞ്ചിൻ കണ്ടെത്തി. സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ച് ട്രെയിനുകളും വാഹനങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങി, ഫാക്ടറികൾ പ്രവർത്തിക്കാൻ തുടങ്ങി. അതോടുകൂടി കോൾ വിലമതിക്കാനാവാത്ത ഒരു അമൂല്യ വസ്തുവായി മാറി. അമേരിക്കയിലെ അപ്ലാച്ചിയൻ പർവ്വതങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കോൾ മാത്രം മതി അമേരിക്കയെ ഒരു വലിയ ധനിക രാജ്യമാക്കി മാറ്റാൻ. ഒരു 100 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 1859ലാണ് അമേരിക്കയിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ എണ്ണക്കിണർ സ്ഥാപിക്കപ്പെടുന്നത്. പെൻസിൽവാനിയയിലെ ടൈറ്റസ് വില്ലയിലായിരുന്നു ആദ്യത്തെ കൊമേഴ്സ്യൽ ഓയിൽ വെൽ അല്ലെങ്കിൽ എണ്ണക്കിണർ. അതിൻ്റെ അർത്ഥം അതിനു മുമ്പ് ഒരിക്കലും അവിടെ എണ്ണക്കിണർ കണ്ടെത്തിയിട്ടില്ലെന്നല്ല. എണ്ണക്കിണർ അല്ലെങ്കിൽ എണ്ണ ഇങ്ങനെ ഒഴുകി നടക്കുന്ന പ്രദേശങ്ങൾ ആളുകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊരു അനുഗ്രഹമായിട്ടല്ല, അതൊരു ശാപമായിട്ടാണ് ആ കാലഘട്ടത്തിലെ ആളുകൾ കരുതിയിരുന്നത്. കാരണം അതുകൊണ്ടൊരു പ്രയോജനവുമില്ലല്ലോ. അവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരു ദ്രാവക വസ്തു അവിടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നു. കുഴിയെടുക്കാൻ പറ്റുന്നില്ല. കുഴിച്ചു കഴിഞ്ഞാൽ ദ്രാവക വസ്തു ഇങ്ങനെ ഒഴുകി വരികയാണ്. പക്ഷേ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് അമൂല്യമായിട്ടുള്ള ഒരു പദാർത്ഥമാണെന്ന് മനുഷ്യർ മനസ്സിലാക്കി. ആദ്യം രാത്രികാലങ്ങളിലൊക്കെ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് കെറസിൻ്റെ രൂപത്തിൽ ഈ എണ്ണ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഇതുപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ വന്നു, ഫാക്ടറികൾ വന്നു. നിലവിൽ അതായത് 1865ൻ്റെ കാലഘട്ടത്തിൽ അമേരിക്കയുടെ പല ഭാഗങ്ങളിലായിട്ട് കൽക്കരിയുണ്ട്, അവിടെ എണ്ണപ്പാടങ്ങളുണ്ട്, അതിനുപരിയായി സ്വർണത്തിൻ്റെ ശേഖരമുണ്ട്, മൈനുകളുണ്ട്. പക്ഷേ ഇതുകൊണ്ട് കാര്യമായിട്ട് പ്രയോജനമില്ല. കാരണം ഇത് ഏതെങ്കിലും ഒരു ഹാർബറിനോട് ചേർന്നിട്ടല്ല കിടക്കുന്നത്. ആ കാലഘട്ടത്തിൽ വിമാനമില്ലല്ലോ. ഇത് ട്രേഡ് ചെയ്യണമെങ്കിൽ, കയറ്റുമതി ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സിറ്റികളിലെത്തിച്ച് വ്യാപാരം നടത്തണമെങ്കിൽ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. പല ഉള്ളേരിയകളിലാണ് ഈ പ്രദേശങ്ങളൊക്കെ ഉള്ളത്. അവിടെ നിന്ന് ഇതൊക്കെ കളക്ട് ചെയ്ത് ആ കാലഘട്ടത്തിൽ ഒരു കോമൺ സിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഹാർബറിൻ്റെ അടുത്തുള്ള പ്രദേശത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. പക്ഷേ അമേരിക്ക ബുദ്ധിപൂർവ്വം ഒരു നീക്കം നടത്തി. ഇതിനെയെല്ലാം യോജിപ്പിക്കണം. യോജിപ്പിക്കുക മാത്രമല്ല, ഇതിനെ പോർട്ടിൻ്റെ സമീപത്തും സിറ്റികളുടെ സമീപത്തേക്കും എത്തിക്കണം. അതിന് റെയിൽപാത ഉണ്ടാക്കണം. ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയിട്ടുള്ള ഒരു റെയിൽപാത. ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, ആ കാലഘട്ടത്തിലെ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള ഒരു റെയിൽപാത ഉണ്ടാക്കണം. അതിനുവേണ്ടി അമേരിക്കയുടെ കിഴക്കേ അറ്റം മുതൽ അങ്ങ് പടിഞ്ഞാറേ അറ്റം വരെ യോജിപ്പിക്കുന്ന ദൈർഘ്യമേറിയ ഒരു റെയിൽപാത ഉണ്ടാക്കാൻ അമേരിക്ക തീരുമാനിച്ചു. അമേരിക്ക എന്ന വലിപ്പമേറിയ രാജ്യം അത് ഇന്ത്യയുടെ മൊത്തം വലിപ്പത്തിൻ്റെ 3 ഇരട്ടി വരും. അത്രയും വലിയ രാജ്യത്തിൽ ഇത്തരത്തിലൊരു റെയിൽപാത ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമായിരുന്നില്ല. ഇതിനിടയിൽ വലിയ വലിയ കുന്നുകളുണ്ട്. ആ കുന്നുകളുടെ ഇടയിലൂടെ ടണലുകൾ ഉണ്ടാക്കിയിട്ട് വേണം റെയിൽപാത ഉണ്ടാക്കാൻ. അവിടെയുള്ള പല കുന്നുകളും ഇടിച്ചു പൊളിക്കേണ്ടതായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അമേരിക്കയ്ക്ക് എങ്ങനെയാണ് അത് സാധ്യമായത്? അതിനുവേണ്ടി അവരൊരു നിയമം പാസാക്കി, പസഫിക് റെയിൽ റോഡ് ആക്ട് ഓഫ് 1862. അതിൻ്റെ ഭാഗമായി അവർ 2 കമ്പനികളാണ് സ്ഥാപിച്ചത്. ഒരു കമ്പനി ഈസ്റ്റിലാണ്, മറ്റേ കമ്പനി വെസ്റ്റിലാണ്. 1862 തന്നെ യൂണിയൻ പസഫിക് റെയിൽ റോഡ് എന്ന പേരിൽ കിഴക്കേ അറ്റത്ത് അങ്ങ് നെബ്രാസ്കയിൽ ഒരു കമ്പനി സ്ഥാപിച്ചു. ആ കമ്പനി അവിടെ നിന്ന് റെയിൽപാത ഉണ്ടാക്കും പടിഞ്ഞാറേ അറ്റത്തേക്ക്. എന്നാൽ ഇതിനും 1 വർഷം മുമ്പ് മറ്റൊരു കമ്പനി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. 1861 സ്ഥാപിച്ച സെൻട്രൽ പസഫിക് റെയിൽ റോഡ് കമ്പനി. അത് കിഴക്കേ അറ്റത്ത് നിന്ന്, അതായത് കാലിഫോർണിയയിൽ നിന്ന് പടിഞ്ഞാറേ അറ്റത്തേക്ക് മറ്റൊരു റെയിൽപാത ഉണ്ടാക്കും. ഈ കമ്പനിയുടേത് കുറച്ച് പ്രയാസമുള്ള ജോലിയാണ്. കാരണം നെവാദ മരുഭൂമിയിലെ വളരെ അപകടം നിറഞ്ഞിട്ടുള്ള കുന്നുകളുടെ ഇടയിലൂടെ വേണം അവർക്ക് റെയിൽപാത പണിയാൻ. ആ കുന്നുകൾ പൊളിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതിനുവേണ്ടി അവർ ചൈനയിൽ നിന്ന് പണിക്കാരെ കൊണ്ടുവന്നു. കുറേയധികം എക്സ്പ്ലോസീവ്സ് അവർ ഉപയോഗിച്ചു. വലിയ വലിയ പാറകളുടെ ഇടയിലൂടെ ടണൽ പാതകൾ നിർമ്മിച്ചു. അമേരിക്കൻ ഗവൺമെൻറ് ഈ ഒരു നിർമ്മാണ പ്രക്രിയ ഒരു മത്സരമാക്കി മാറ്റി.
കാരണം എത്രയും പെട്ടെന്ന് റെയിൽപാത പണി തീർത്ത് കഴിഞ്ഞാൽ അവർക്ക് അത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കയ്യിലുള്ള ലോട്ടറി ടിക്കറ്റ് ക്യാഷ് ആക്കി മാറ്റാം. കൽക്കരിയും സ്വർണവും അതുപോലെ പെട്രോളിയവും ഒക്കെ അവർക്ക് വിൽക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് പ്രയോജനമുള്ള രീതിയിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിൻ്റെ മത്സര രീതി ഇങ്ങനെയാണ്. 2 കമ്പനികൾക്കും അറിയിപ്പ് കൊടുത്തു, നിങ്ങൾക്ക് തക്കതായിട്ടുള്ള പ്രതിഫലം കിട്ടും. പക്ഷേ നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾ എത്ര മൈൽ റോഡ് പണിതു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഒരുപാട് ദൂരമുള്ള റെയിൽപാത പണിയുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പൈസ കിട്ടുക. 2 റെയിൽവേ കമ്പനികളും റെയിൽപാത പണിത് ഒരു സ്ഥലത്തെത്തുമ്പോൾ കൂട്ടിമുട്ടും. അത് ഏകദേശം അമേരിക്കയുടെ സെൻട്രൽ റീജിയനിലായിരിക്കും. അപ്പോൾ ഏറ്റവും വേഗതയിൽ നിർമ്മാണ പ്രക്രിയയുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ മൈൽ റെയിൽപാത ഉണ്ടാക്കാൻ പറ്റുന്നത്. അങ്ങനെ 2 കമ്പനികളും മത്സരിച്ച് റെയിൽപാത ഉണ്ടാക്കാൻ തുടങ്ങി. അത് ശരിക്കും ഫലം കണ്ടു. 1869 ആയപ്പോഴേക്കും 2 റെയിൽപാതയും കൂട്ടിമുട്ടുന്ന ഒരവസ്ഥയിലെത്തി. കൂട്ടിമുട്ടേണ്ട സമയമായി. ഇനി അത് കൂട്ടിമുട്ടിക്കാനായിട്ട് ഒരു ആണി കൂടി അടിച്ച് രണ്ടും കൂടെ ജോയിൻ ചെയ്താൽ മതി. എന്നാൽ ചുമ്മാ അങ്ങനെ ആണി അടിച്ച് അതങ്ങ് അവസാനിപ്പിക്കാനായിട്ട് അമേരിക്കൻ ഗവൺമെൻറ് തീരുമാനിച്ചില്ല. അതൊരു വലിയ ആഘോഷ പരിപാടിയാക്കി മാറ്റി. ഈ 2 റെയിൽപാതയും കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റിൽ അവർ വലിയ സ്റ്റേജുകൾ കിട്ടി. പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവിടെ വിസിറ്റ് ചെയ്തു. അതൊരു ആഘോഷ പരിപാടിയായിട്ട് മാറ്റി. ആണി അല്ലെങ്കിൽ ഒരു സ്പൈക്കാണ് അവിടെ അടിക്കേണ്ടത്. എന്നാൽ സാധാരണ ഇരുമ്പ് കൊണ്ടുള്ള ഒരു ആണിയല്ല അവരടിക്കാൻ ഉദ്ദേശിച്ചത്. സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു ആണി അടിക്കണം. ആണി തയ്യാറായി. വലിയ ആഘോഷങ്ങളോടുകൂടി ആണി അവിടെ കൃത്യമായിട്ട് അടിച്ചു കയറ്റി. 2 റെയിൽപാതകളും പരസ്പരം ജോയിൻ ചെയ്തു. അതൊരു വലിയ ആഘോഷമായിരുന്നു. ജോയിൻ ചെയ്തതിന് ശേഷം അവർ വാഷിങ്ടൺ DC ഒരു ടെലഗ്രാം സന്ദേശം അയച്ചു. 4 അക്ഷരങ്ങളുള്ള ഒരു ടെലഗ്രാം സന്ദേശം. ഡൺ, DONE, ഡൺ. ഇതാണ് ആദ്യത്തെ ട്രാൻസ് കോണ്ടിനെൻ്റൽ റെയിൽ റോഡ് അല്ലെങ്കിൽ പസഫിക് റെയിൽ റോഡ്. ഇത് ശരിക്കും 2 സമുദ്രങ്ങളെ ഒന്നിപ്പിക്കുകയാണ്. അങ്ങ് പടിഞ്ഞാറ് ഭാഗത്തുള്ളത് പസഫിക് സമുദ്രം, കിഴക്കുള്ളത് അറ്റ്ലാന്റിക് സമുദ്രം. ഇത് രണ്ടിനെയും പരസ്പരം ജോയിൻ ചെയ്തു. ഏഷ്യയിൽ നിന്ന് ഒരുപാട് ചരക്ക് കപ്പലുകൾ യൂറോപ്പിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കും പോകുന്നുണ്ട്. മുമ്പ് ചരക്ക് കപ്പലുകൾ പസഫിക് സമുദ്രത്തിലൂടെ യൂറോപ്പിലേക്ക് പോകുമ്പോൾ അവർക്ക് സൗത്ത് അമേരിക്ക എന്ന് പറയുന്ന ഭീമാകാരമായിട്ടുള്ള ഒരു കോണ്ടിനെൻറ്റിനെ ഒന്ന് വലം വെച്ചിട്ട് വേണമായിരുന്നു പോകാൻ. അതിന് ഒരുപാട് മാസങ്ങൾ വേണ്ടി വന്നിരുന്നു. എന്നാൽ ഈ ഒരു റെയിൽ റോഡ് വന്നതോടുകൂടി അതിൻ്റെ ആവശ്യമില്ല. കപ്പലുകൾക്ക് അങ്ങ് യൂറോപ്പ് വരെ പോലും പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ആ കപ്പലുകളുടെ ആകെയുള്ള ഡ്യൂട്ടി അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ സാധനം എത്തിക്കുക എന്നത് മാത്രമാണ്. പടിഞ്ഞാറൻ തീരങ്ങളിൽ നിന്നും റെയിലുണ്ട്. അവിടെ ട്രെയിൻ സഞ്ചരിക്കും. ആ കാർഗോ ട്രെയിൻ ഏതാനും ചില ദിവസങ്ങൾ കൊണ്ട് അങ്ങ് കിഴക്കേ അറ്റത്തെത്തിച്ചേരും. കിഴക്കേ അറ്റത്ത് വേറെ കപ്പലുകൾ കാണും. ആ കപ്പലുകളിൽ ഇതേ സാധനങ്ങൾ കയറ്റി യൂറോപ്പിലേക്ക് പോകാം. അതുപോലെ തന്നെ അമേരിക്ക എന്ന വലിയ ഭൂഖണ്ഡത്തിൽ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ വലിയ പ്രയാസമാണ്. കിഴക്കൻ തീരങ്ങളിൽ നിന്നും കാർഗോസ് പടിഞ്ഞാറൻ തീരങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അവർക്ക് ഒരു വലിയ ഭൂഖണ്ഡത്തെ മൊത്തത്തിലൊന്ന് വലം വെക്കണമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ട്രെയിനിലൂടെ ഏതാനും ചില ദിവസങ്ങൾ കൊണ്ട് സാധനം എത്തിക്കാൻ പറ്റും. അതോടുകൂടി ചരക്കിൻ്റെ വില കുറഞ്ഞു. അമേരിക്കയുടെ മധ്യമേഖലകളിൽ ഒരുപാട് കൃഷി ചെയ്യാൻ സാധിക്കും, പ്രത്യേകിച്ചും ഗോതമ്പ് കൃഷി. പക്ഷേ ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്തിൽ അത്തരത്തിൽ കൃഷി ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അടുത്തുള്ള മേഖലകളിലോട്ട് മാത്രമേ ആ ഗോതമ്പ് വിൽക്കാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ഇങ്ങനൊരു റെയിൽ റോഡ് വന്നതോടുകൂടി അമേരിക്കയുടെ വിവിധ മേഖലകളിൽ ഈ ഗോതമ്പ് എത്തിക്കാൻ സാധിച്ചു. അതോടുകൂടി സെൻട്രൽ അമേരിക്കയിൽ ഗോതമ്പ് കൃഷി അങ്ങ് വ്യാപകമാക്കി. ഗോതമ്പും ചോളവും ഒക്കെ അവിടെ കൃഷി ചെയ്ത് അങ്ങ് അകലെയുള്ള പ്രദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിച്ചു. അമേരിക്കയിൽ മാത്രമല്ല, ഈ റെയിൽ റോഡുകൾക്ക് പോർട്ടുമായിട്ട് വലിയ ബന്ധമുള്ളത് കൊണ്ട് തന്നെ പോർട്ട് വഴി വിദേശ രാജ്യങ്ങളിലേക്ക് പോലും അത് കയറ്റുമതി ചെയ്യാൻ സാധിച്ചു. അമേരിക്കയിൽ നിന്നും ധാരാളമായി സിൽവറും ഗോൾഡും ഖനനം ചെയ്തെടുത്തു. ഇങ്ങനെ ഖനനം ചെയ്തെടുക്കുന്ന ഗോൾഡും സിൽവറും ഒക്കെ അങ്ങ് വിദേശ രാജ്യങ്ങളിലെ ഇൻ്റർനാഷണൽ ബാങ്കുകളിലേക്ക് കയറ്റുമതി ചെയ്യാനും സാധിച്ചു. വീണ്ടും ഒരു പ്രശ്നമുണ്ട്. ഇത്രയധികം വലിയ കൃഷി നടത്തണമെങ്കിൽ അവിടെ കർഷകർ വേണ്ടേ? ഇന്നത്തെ പോലെ വലിയ ട്രാക്ടറുകളൊന്നും ആ കാലഘട്ടത്തിലില്ല. എല്ലാം മനുഷ്യർ നേരിട്ട് കൈകൾ കൊണ്ട് ചെയ്യണം. അതുപോലെ ഇത്രയും ദൈർഘ്യമുള്ള റെയിൽ റോഡുകൾ പണിയണമെങ്കിൽ അവിടെയും പണിക്കാർ വേണ്ടേ?
മൈനുകളിൽ നിന്ന് ഗോൾഡും അതുപോലെ സിൽവറും ഒക്കെ ഖനനം ചെയ്തെടുക്കുന്ന കാര്യം പറഞ്ഞു, കോളിൻ്റെ കാര്യം പറഞ്ഞു, പെട്രോളിൻ്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെ ഖനനം ചെയ്തെടുക്കണമെങ്കിൽ മനുഷ്യർ വേണ്ടേ? അമേരിക്കയിൽ എവിടെയാണ് മനുഷ്യർ? അവിടെ ഉള്ളത് വളരെ നിസ്സാരം സംഖ്യ മനുഷ്യർ മാത്രമാണ്. ഈ കാര്യം അമേരിക്കൻ ഗവൺമെൻറ് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ 1862 ഒരു നിയമം കൊണ്ടുവന്നത്, ഹോംസ്റ്റെഡ് ആക്ട് ഓഫ് 1862. ഒരു കുടുംബത്തിൻ്റെ തലവൻ അല്ലെങ്കിൽ കാരണവർ, ആ കാരണവർക്ക് ഒരു 160 ഏക്കർ പ്രദേശം ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് വളരെ കുറച്ച് പേർ മാത്രമുള്ള ഒരു കുടുംബമായിരിക്കും. ആ കുടുംബത്തിന് സർക്കാരിൽ നിന്ന് ഏകദേശം 160 ഏക്കറോളം വരുന്ന ഒരു വലിയ ഭൂമി സ്വന്തമാക്കാം. കാര്യമായിട്ട് പൈസ ഒന്നും കൊടുക്കണ്ട. ഒരു നിബന്ധന മാത്രം, ആ 160 ഏക്കറിനുള്ളിൽ നിങ്ങളൊരു ചെറിയ വീട് വെക്കണം, നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ഒരു വീട്. കൂടാതെ അവിടെ കൃഷി ചെയ്യണം. 5 വർഷത്തേക്ക് അവിടെ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ആ പ്രദേശം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത് അമേരിക്കയിൽ നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ബാധ്യമാകുന്നത്. ലോകത്തിൽ എവിടെയുള്ള ആൾക്കാരാണെങ്കിലും അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഇത് ക്ലെയിം ചെയ്യാം. അവർക്ക് അമേരിക്കൻ സിറ്റിസണായിട്ട് മാറാം. അങ്ങനെയാണ് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മൈഗ്രേഷൻ തുടക്കം കുറിക്കുന്നത്. അയർലൻഡിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ചൈനയിൽ നിന്നും കോടിക്കണക്കിന് മനുഷ്യരാണ് അമേരിക്കയിലേക്ക് ഒഴുകിയെത്തിയത്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ സ്റ്റീം എഞ്ചിൻ കപ്പലുകൾ ഇടം നേടിയിരുന്നു. അതിനു മുമ്പുണ്ടായിരുന്ന കപ്പലുകൾക്ക് മാസങ്ങൾ വേണം യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലെത്താൻ. പക്ഷേ സ്റ്റീം എഞ്ചിൻ പ്രവർത്തിക്കുന്ന കപ്പലുകൾക്ക് അത്രയധികം സമയം വേണ്ട. 10-15 ദിവസങ്ങൾ കൊണ്ട് അവർക്ക് യാത്ര ചെയ്ത് അമേരിക്കയിൽ എത്തിച്ചേരാം. മാത്രമല്ല ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കോൺട്രാക്റ്റും വന്നു. സൗജന്യമായിട്ട് ഓരോ കുടുംബങ്ങളെയും ചില കമ്പനികൾ അമേരിക്കയിലെത്തിക്കും. കപ്പൽ കൂലിയൊന്നും നിങ്ങൾ കൊടുക്കണ്ട. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ നിങ്ങൾ കുറച്ചു കാലം ജോലി ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് അമേരിക്കയിൽ തന്നെ തുടരാം. അങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അമേരിക്കയിലേക്ക് ഒഴുകിയെത്താൻ സാധിച്ചത്. 1860-നും 1900-നും ഇടയിൽ 1.4 കോടി ആളുകളാണ് അമേരിക്കയിൽ ഒഴുകിയെത്തിയത്. ഇങ്ങനെ അമേരിക്കയിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് വലിയ വേതനമൊന്നും കൊടുക്കണ്ട. കാരണം അവർ അമേരിക്കയിൽ തുടക്കക്കാരാണല്ലോ. അവർക്ക് എങ്ങനെയെങ്കിലും അവിടെ നിലനിന്നാൽ മതി. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടങ്ങളിലൊക്കെ തുച്ഛമായ വേതനത്തിന് ഇവർക്കവിടെ ജോലി ചെയ്യാൻ സാധിച്ചു. അന്നു മുതൽ തുടങ്ങിയ ഒഴുക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ ഈ ഒരു കാലഘട്ടത്തിലും ആഗ്രഹിക്കുന്നുണ്ട് അമേരിക്കയിൽ എത്തിച്ചേരാൻ, അവിടുത്തെ ഒരു പെർമനൻറ്റ് റെസിഡൻ്റായി മാറാൻ. കുറച്ചു കാലമെങ്കിൽ കുറച്ചു കാലം, അത്രയും നാളെങ്കിലും അവിടെ നന്നായി ജോലി ചെയ്ത് പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളുമുണ്ട്. അമേരിക്കയിൽ അങ്ങനെ ഒരുപാട് കമ്പനികൾ ഉണ്ടായി വന്നു, പല മേഖലകളിലുള്ള കമ്പനികൾ. പക്ഷേ ഈ കമ്പനികൾ അമേരിക്കൻ ഗവൺമെൻറ് സ്ഥാപിച്ചതല്ല. ഇത് ഒരു സോഷ്യലിസ്റ്റ് രാജ്യമല്ല, ഇതൊരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ്. ഇവിടെ എല്ലാവർക്കും അവസരമുണ്ട്. അവരുടെ ഇഷ്ടാനുസരണം അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻ അനുസരിച്ച് അവർക്ക് പല കമ്പനികൾ സ്ഥാപിക്കാം, അതിലൂടെ ലാഭമുണ്ടാക്കാം. അതിൻ്റെ ഒരു ഷെയർ അമേരിക്കൻ ഗവൺമെൻറ്റിന് ടാക്സ് ആയിട്ട് കൊടുത്താൽ മതി. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആളുകൾ അമേരിക്കയിൽ ഉദയം കൊള്ളുന്നത്. കോർനെലിയസ് വാണ്ടർബിറ്റ് റെയിൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. സ്റ്റീൽ കമ്പനികൾ ധാരാളമായി സ്ഥാപിച്ച ആൻഡ്രൂ കാർനെഗി, ഓയിൽ ടൈക്കൂൺ ജോൺ ഡി റോക്ക്ഫെല്ലർ. വളരെ സൈലൻ്റ് ആയിരുന്ന ഒരു രാജ്യം ഒരു ഇൻഡസ്ട്രിയൽ പവറായി വളർന്നു വന്നു. 1890കളുടെ തുടക്കമായപ്പോൾ അമേരിക്കയ്ക്ക് മറ്റൊരു പ്രശ്നമുണ്ടായി. ഇപ്പോൾ അവർ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഉണ്ടാക്കിയതിനേക്കാളൊക്കെ ഒരുപാട് ഇരട്ടിയാണ് ആ പ്രോഡക്റ്റുകളുടെ എണ്ണം. പക്ഷേ അത്രയും പ്രോഡക്റ്റുകൾ വിൽക്കാനുള്ള മാർക്കറ്റ് അവരുടെ കയ്യിലില്ല. പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ, വിവിധ മേഖലകളൊക്കെ യൂറോപ്യൻ ശക്തികളുടെ കോളനികളാണ്. അവിടെ തോന്നുന്നപടി പോയി നമുക്ക് വ്യാപാരം നടത്താനൊന്നും പറ്റില്ല. ആ യൂറോപ്യൻ ശക്തികൾ തീരുമാനിക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് വ്യാപാരം നടത്താൻ സാധിക്കുന്നത്. അമേരിക്ക ശരിക്കും പെട്ടുപോയി. അമേരിക്കയ്ക്ക് ശരിക്കും ശ്വാസം മുട്ടുന്നുമുണ്ട്. കാരണം അവർക്ക് നല്ലൊരു നേവി ഇല്ല. നല്ലൊരു നേവി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ ശരിക്കും 1870കളുടെ തുടക്കത്തോടുകൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അത് 1890കളൊക്കെ ആയപ്പോഴേക്കും ഏകദേശം വിജയമായിട്ട് മാറി. ഇനി എന്താണുള്ളത്? ചില കോളനികളൊക്കെ പിടിച്ചടക്കണം. യൂറോപ്യൻ ശക്തികൾ എങ്ങനെയാണോ കോളനികൾ ഭരിക്കുന്നത് അതുപോലെ കുറച്ച് കോളനികളെങ്കിലും ഭരിക്കണം. നന്നായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട്. ചുറ്റുപാടുമൊക്കെ സ്പെയിൻ നാവികസേനയുടെ സാന്നിധ്യമാണ്. അതിനിടയിലൂടെ വ്യാപാരം നടത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. അങ്ങനെയാണ് 1898
യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും സ്പെയിനും തമ്മിൽ ഒരു യുദ്ധത്തിലേർപ്പെടുന്നത്. സ്പെയിൻ വർഷങ്ങളായി ശക്തരാണ്, അവർക്ക് അതിശക്തമായിട്ടുള്ള ഒരു നാവികസേനയുണ്ട്. പക്ഷേ അമേരിക്കയ്ക്ക് നിസ്സാരമായിട്ടുള്ള ചില ദിവസങ്ങൾ കൊണ്ട് തന്നെ അവരെ കീഴ്പ്പെടുത്താൻ സാധിച്ചു. സ്പെയിനെ കീഴ്പ്പെടുത്തിയതോടുകൂടി ശരിക്കും അമേരിക്കയ്ക്ക് വലിയ ആശ്വാസമായി. അവർക്ക് ഇനിയും സമാധാനമായിട്ട് അവരുടെ കപ്പലുകൾ, അവരുടെ മെർച്ചൻ്റ് കപ്പലുകൾ ഇനി കടലിലൂടെ യാത്ര ചെയ്യിപ്പിക്കാം. കൂടാതെ സ്പെയിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ചില പ്രദേശങ്ങളിലൊക്കെ അമേരിക്കയുടെ കൊടി പറക്കാൻ തുടങ്ങി. ഗുവാം, പോർട്ടോറിക്ക, ഫിലിപ്പീൻസൊക്കെ അത്തരത്തിലുള്ള പ്രദേശങ്ങളാണ്. അമേരിക്ക അങ്ങനെ ഒരു ഗ്ലോബൽ പവറായിട്ട് മാറി. പക്ഷേ യഥാർത്ഥ ടേണിംഗ് പോയിൻ്റ് വരാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. യൂറോപ്പിൽ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നം 1914 ആയപ്പോഴേക്കും ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു. യൂറോപ്പിലെ ഏറ്റവും ശക്തരായിട്ടുള്ള 3 എംപയറുകൾ ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി പരസ്പരം ഏറ്റുമുട്ടുകയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവരുടെ വിലപ്പെട്ട റെയിൽപാതകളും ഫാക്ടറികളും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാര്യമായിട്ടൊന്നും പ്രവർത്തനം നടക്കുന്നില്ല. അവരുടെ ഫാക്ടറികളൊക്കെ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് വെടിക്കോപ്പുകളാണ്, വാർ വെപ്പണുകളാണ്. ഉള്ള ഫാക്ടറികളൊക്കെ ഓരോന്നായി നശിച്ചുകൊണ്ടിരിക്കുന്നു. തൊഴിലില്ല. പക്ഷേ ഫ്രാൻസിനും ജർമ്മനിക്കും ബ്രിട്ടനുമൊക്കെ ഭക്ഷണം വേണം, യുദ്ധക്കോപ്പുകൾ വേണം, അവർക്ക് വസ്ത്രങ്ങൾ വേണം. പക്ഷേ ആരാണ് അവർക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കിത്തരാൻ പോകുന്നത്? അതിന് കെൽപ്പുള്ള ഏത് രാജ്യമുണ്ട്? ഉണ്ട്. ഒരു സമുദ്രത്തിൻ്റെ അപ്പുറം, അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അപ്പുറം യുദ്ധം തൊട്ടു തീണ്ടിട്ടില്ലാത്ത ഒരു രാജ്യം, ഒരു വലിയ രാജ്യം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ആ രാജ്യത്തെ ഫാക്ടറികൾ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവർക്ക് വിൽക്കാനാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. യൂറോപ്യൻസിന് ഒരുപാട് സാധനങ്ങൾ വേണം. അമേരിക്കയുടെ ശുക്രദശ അതോടുകൂടി തെളിഞ്ഞു തുടങ്ങി. ധാരാളമായി വസ്ത്രവും ഭക്ഷണവും ഒക്കെ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തു. വസ്ത്രവും ഭക്ഷണവും മാത്രം പോരാ, ഫ്രാൻസിനും ഇംഗ്ലണ്ടിനുമൊക്കെ യുദ്ധക്കോപ്പുകൾ കൂടി വേണം. അങ്ങനെ അമേരിക്ക യുദ്ധക്കോപ്പുകൾ ധാരാളമായി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അമേരിക്കയിൽ പ്രോഡക്റ്റുകളുണ്ട്, പക്ഷേ യൂറോപ്പിൻ്റെ കയ്യിൽ ആ പ്രോഡക്റ്റുകൾ മേടിക്കാനുള്ള പൈസ ഇല്ലെന്ന് മാത്രം. പൈസ ഇല്ലാതെ എങ്ങനെയാണ് പ്രോഡക്റ്റ് മേടിക്കാൻ സാധിക്കുന്നത്? അതിനുള്ള ഒരു ഉപായവും അമേരിക്കയുടെ കയ്യിലുണ്ട്. കാരണം ഇതൊക്കെ രാജ്യങ്ങളാണ്. യുദ്ധം ഇന്നല്ലെങ്കിൽ നാളെ കഴിയും. ഇന്നോ നാളെയോ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾ രാജ്യങ്ങളായിട്ട് തന്നെ തുടരും. അങ്ങനെ രാജ്യങ്ങളായി തുടർന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഉറപ്പായിട്ടും പല കരാറുകളിലും ഒപ്പിടേണ്ടി വരും. ആ പണത്തിൻ്റെ പേരിൽ അമേരിക്കയ്ക്ക് പല നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ അമേരിക്കയിലെ ഇൻ്റർനാഷണൽ ബാങ്കുകൾ കോടിക്കണക്കിന് ഡോളേഴ്സാണ് യൂറോപ്പിലുള്ള പല രാജ്യങ്ങൾക്കും കൊടുത്തത് കടമായിട്ട്. അതിന് തൊട്ട് മുമ്പുള്ള 1914 തൊട്ട് മുമ്പുള്ള കാലഘട്ടം ഒന്ന് ചിന്തിക്കണം. ആ കാലഘട്ടത്തിൽ അമേരിക്ക ശരിക്കും യൂറോപ്പിൽ നിന്ന് കടം മേടിച്ചിട്ടാണ് അവിടുത്തെ റെയിൽ റോഡുകളും ഫാക്ടറികളും ഒക്കെ സ്ഥാപിച്ചത്. പക്ഷേ ഒരൊറ്റ യുദ്ധത്തിൻ്റെ പേരിൽ എല്ലാം തലകീഴെ മറിഞ്ഞു. അമേരിക്ക കടം മേടിച്ചുകൊണ്ടിരുന്ന രാജ്യമാണെങ്കിൽ ഇപ്പോൾ അമേരിക്ക കടം കൊടുക്കുന്ന രാജ്യമാണ്. യൂറോപ്പിലുള്ള പല രാജ്യങ്ങൾക്കും അവർ പണം കടമായിട്ട് കൊടുത്തു. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ലോകത്തിൻ്റെ തന്നെ ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ ലണ്ടൻ ആയിരുന്നു. പക്ഷേ യുദ്ധം ആരംഭിച്ചതോടുകൂടി ലണ്ടൻ ആ സ്ഥാനം നഷ്ടപ്പെട്ടു. ആ സ്ഥാനം പിന്നീട് ഏറ്റെടുക്കുന്നത് അമേരിക്കയുടെ വാൾ സ്ട്രീറ്റാണ്. അന്ന് ഏറ്റെടുത്തതാണ് വാൾ സ്ട്രീറ്റ്. ഇപ്പോഴും ആ സ്ഥാനം വാൾ സ്ട്രീറ്റിന് സ്വന്തം. അമേരിക്കയിലുള്ള സകല പൗരന്മാർക്കും ഇഷ്ടം പോലെ ജോലി, ഇഷ്ടം പോലെ പണം സമ്പാദിക്കാൻ പറ്റുന്നു. മുമ്പ് കിട്ടിയിരുന്നതിൻ്റെ 10 ഇരട്ടിയൊക്കെയാണ് ശമ്പളം. ജോലി ചെയ്യാനിപ്പോൾ ആളെ കിട്ടാത്ത ഒരവസ്ഥയാണ്. എല്ലാവരുടെയിലും പണം. നമുക്ക് കൃത്യമായിട്ട് മാസം നല്ലൊരു തുക ശമ്പളമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു നല്ല വീട് സ്വന്തമാക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിന് കടമെടുക്കും. കാരണം എല്ലാ മാസവും നല്ല ശമ്പളം ഉണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് EMI ആയിട്ട് അടയ്ക്കാം. നല്ല നല്ല വാഹനങ്ങൾ മേടിക്കാൻ തുടങ്ങും. ജീവിതം നന്നായി ആസ്വദിക്കാൻ തുടങ്ങും. വലിയ വലിയ ലക്ഷറി റിസോർട്ടുകളിലും ഹോട്ടലുകളിലുമൊക്കെ നമ്മൾ സഞ്ചാരികളായിട്ടെത്തും. അമേരിക്ക മുഴുവനും കറങ്ങി നടക്കും. ജീവിതം ശരിക്കും അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മൾ ആഘോഷിക്കും. അമേരിക്കയിൽ സംഭവിച്ചത് ഇതുതന്നെയാണ്. പക്ഷേ അതിന് പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വന്നു. ജീവിതത്തിൽ എക്കാലത്തും ഇതേ വലിയ ശമ്പളം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് അവർ സ്വപ്നം കണ്ടു. അതിനെ തുടർന്നാണ് അവർ കടമെടുക്കാൻ തുടങ്ങിയത്. ആ കാലഘട്ടത്തിൽ അമേരിക്കയിലെ ഷെയർ മാർക്കറ്റുകളൊക്കെ നേരെ കുത്തനെ ഉയർന്നു. എല്ലാവർക്കും ഷെയർ മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയാൻ പറ്റുന്ന സാഹചര്യം. ഷെയറുകൾ മേടിക്കാൻ തുടങ്ങി.
കാരണം കഴിഞ്ഞ കുറച്ച് വർഷത്തെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ $100 മുടക്കിയവർക്കൊക്കെ ഇപ്പോൾ $1000 കിട്ടുന്നത്. 100ൻ്റെ സ്ഥാനത്ത് 1000 മാറി. ഇരട്ടിയല്ല, 10 ഇരട്ടിയായിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു സുവർണ അവസരമാണ്. അമേരിക്കയിലുള്ള നല്ലൊരു ശതമാനം പൗരന്മാരും അവരുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് കൂടുതലായി ഷെയറുകൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങി. ഏത് കമ്പനിയാണെന്ന് നോക്കുന്നില്ല, കാരണം ഒട്ടുമിക്ക കമ്പനികളും വലിയ ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അതൊരു വലിയ ബബിളായിട്ട് പ്രവർത്തിച്ചു. ഓരോ കമ്പനികളും അർഹിക്കുന്ന ഒരു ഷെയർ വാല്യൂ ഉണ്ട്. പക്ഷേ ഒന്നും നോക്കാതെ ആളുകൾ ഇങ്ങനെ ഷെയർ വാങ്ങിക്കൂട്ടാൻ തുടങ്ങിയതോടുകൂടി ആ അർഹിക്കുന്ന അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിനേക്കാളൊക്കെ വളരെ ഇരട്ടിയിലേക്ക് അത് കുതിച്ചുയർന്നു. അത് ശരിക്കും വലിയൊരു അപകടമാണ് സൃഷ്ടിക്കുന്നത്. ആളുകൾ ഈ ഷെയർ വാല്യൂ കുതിച്ചുയരുന്നത് കണ്ട് മോഹാലസ്യപ്പെട്ട് അവരുടെ കയ്യിലുള്ള പണം കൂടാതെ കടമായിട്ട് പണം എടുത്ത് പോലും അവർ ഷെയർ വാങ്ങിക്കൂട്ടി. അതായത് $100 ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ മൂല്യം എന്ന് കരുതുക. അവരുടെ കയ്യിൽ $10 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ $90 അവർക്ക് കടമായിട്ട് മേടിക്കാം. കാരണം എല്ലാ മാസവും ഒരു ഉയർന്ന തുക അവർക്ക് ശമ്പളമായിട്ട് കിട്ടുന്നുണ്ട്. ജോലിയിൽ ഒരു കുഴപ്പവുമില്ല. അങ്ങനെയാണെങ്കിൽ ബാങ്ക് അവർക്ക് കടം കൊടുക്കും. ആ കടമൊക്കെ ഉപയോഗിച്ച്, ആ കിട്ടിയ പണമൊക്കെ ഉപയോഗിച്ച് ഇവർ ഷെയർ വാങ്ങിക്കൂട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 1920-കളെത്തി. 1920-കളാണ് റോറിംഗ് 20s എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ സംഭവബഹുലമായിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ട്. 1920-കളുടെ ഒടുക്കത്തിൽ, അല്ലെങ്കിൽ 1929-ൽ ഒരു സംഭവം നടന്നു. കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഷെയർ. എല്ലാ കമ്പനികളുടെയും ഷെയറിൻ്റെ വാല്യൂ വളരെ വലുതാണ്. ഇവിടെ വലിയ പ്ലെയേഴ്സ് ഉണ്ട്. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഷെയറുകൾ സ്വന്തമാക്കിയിരിക്കുന്ന വലിയ പ്ലെയേഴ്സ്. അവരിൽ ചില ആളുകളൊന്ന് ചിന്തിച്ചു, ഇപ്പോൾ ഇതൊന്ന് ക്യാഷാക്കി ലാഭമാക്കി മാറ്റിയാലോ? അങ്ങനെ കുറച്ച് വലിയ കമ്പനികൾ അവർക്ക് കിട്ടിയിരിക്കുന്ന, അവർ മേടിച്ചിരിക്കുന്ന ഷെയറുകൾ വിറ്റ് കാശാക്കി. അതോടുകൂടി കുതിച്ചുയർന്നുകൊണ്ടിരുന്ന ഷെയർ മാർക്കറ്റ് അല്പമൊന്ന് താഴാൻ തുടങ്ങി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, കുറച്ച് മാസങ്ങളായി ഷെയർ മാർക്കറ്റ് കുത്തനെ മാത്രമാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ചെറിയ രീതിയിൽ താഴോട്ട് വീണു തുടങ്ങി. ഇത് കണ്ടപ്പോൾ ആളുകൾക്ക് ശരിക്കും ഭയം തോന്നി. കാരണം അവരുടെ സ്വന്തം കാശ് മാത്രമല്ല, കടമായിട്ടെടുത്തിരിക്കുന്ന കാശ് പോലുമുണ്ട്. അങ്ങനെ ശരിക്കും ഒരു പാനിക് സിറ്റുവേഷൻ, ഒരു കയോട്ടിക് സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായത്. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന പൗരന്മാരൊക്കെ ഷെയർ വാങ്ങിച്ചു കൂട്ടിയ അതേ വേഗതയിൽ ഷെയർ വിറ്റൊഴിഞ്ഞു. അങ്ങനെ വിൽക്കാൻ തുടങ്ങിയതോടുകൂടി ഷെയർ മാർക്കറ്റ് കുത്തനെ ഒടിഞ്ഞു. $100 മേടിച്ചിരുന്ന ഷെയറിന് വെറും $1 മാത്രം കിട്ടുന്ന ഒരവസ്ഥയായി. അങ്ങനെ അമേരിക്കയുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുത്തനെ ഇടിഞ്ഞു. അതങ്ങ് പാതാളത്തിലേക്ക് പോയി. ഒരുപാട് പേർക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് അന്ന് ജോലി നഷ്ടപ്പെടുന്നത്. പക്ഷേ ആ സാഹചര്യത്തിൽ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലുണ്ടായി. അമേരിക്ക പുതിയ പ്രോജക്റ്റുകൾ പ്രഖ്യാപിച്ചു. കാരണം ആളുകൾക്ക് തൊഴിലില്ല, വലിയ കടബാധ്യതയാണ്. അങ്ങനെ തൊഴിലില്ലെങ്കിൽ ഗവൺമെൻറ് തൊഴിലുണ്ടാക്കും. ഗവൺമെൻറ് വലിയ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. റോഡ് നിർമ്മാണ പ്രോജക്റ്റ്, അമേരിക്കയുടെ വിവിധ മേഖലകളുമായിട്ട് കണക്ട് ചെയ്യുന്ന വലിയ റോഡുകൾ, വലിയ ഡാമുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ജലസേചനത്തിനു വേണ്ടിയും വൈദ്യുതി ഉൽപ്പാദനത്തിനു വേണ്ടിയിട്ടുമുള്ള ഡാമുകൾ. അമേരിക്കയുടെ വിവിധ മേഖലകളിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിൻ്റെ ഭാഗമായി വലിയ പവർ ഗ്രിഡുകൾ സ്ഥാപിച്ചു. ആയിരക്കണക്കിന് മൈലുകളാണ് റോഡ് ടാർ ചെയ്തത്. അങ്ങനെ വീണ്ടും പതിയെ അമേരിക്ക ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് മടങ്ങി വന്നു. ശരിക്കും ഈ വലിയ പ്രൊജക്റ്റുകളൊക്കെ മറ്റൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നോ? വരാൻ പോകുന്ന ഒരു വലിയ യുദ്ധത്തെക്കുറിച്ച് അമേരിക്ക നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിരുന്നോ? എപ്പോൾ വേണമെങ്കിലും രണ്ടാമത്തെ ഒരു യുദ്ധം നടക്കുമെന്ന് ശരിക്കും ലോകത്തിൽ ഒരു വലിയ കരക്കമ്പി തന്നെ ഉണ്ടായിരുന്നു. ആ കരക്കമ്പി അനുസരിച്ചാണോ അവർ പ്രവർത്തിച്ചത്? അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ നേരത്തെ ഉണ്ടാക്കി വെക്കുകയായിരുന്നു. ആവശ്യമുള്ള പ്രോഡക്റ്റുകളെക്കാൾ കൂടുതൽ ഉണ്ടാക്കി വെക്കുകയായിരുന്നു. അവർ ഒരു വലിയ യുദ്ധത്തിനു വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. അമേരിക്കയുടെ തലവര മാറ്റാൻ പോകുന്ന മറ്റൊരു ഇൻ്റർനാഷണൽ ഇവൻറ്റ്. ഇവിടെയും യുദ്ധം നടക്കുന്നത് യൂറോപ്പിലുള്ള രാജ്യങ്ങളാണ്. അതോടുകൂടി യൂറോപ്പിൻ്റെ സന്തുലിതാവസ്ഥ ഇല്ലാതെയായി. അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നശിച്ചുപോയി. അവർക്ക് വീണ്ടും വെപ്പണുകൾ വേണം, ഭക്ഷണം വേണം, ധരിക്കാൻ വസ്ത്രങ്ങൾ വേണം. അതൊക്കെ വിൽക്കാൻ അമേരിക്ക തയ്യാറാണ്. യുദ്ധക്കോപ്പുകൾ വേണം, യുദ്ധക്കോപ്പുകൾ ഉണ്ടാക്കിയെടുക്കാൻ അമേരിക്ക തയ്യാറാണ്. പക്ഷേ നിലവിലുള്ള വാർ വെപ്പൺസ് നിർമ്മിക്കുന്ന കമ്പനികളുടെ എണ്ണം പോരാ. കൂടുതൽ വാർ വെപ്പണുകൾ വേണം.
അതോടുകൂടിയാണ് അമേരിക്ക മറ്റൊരു നയം സ്വീകരിക്കുന്നത്. ഇനി സാധാരണക്കാരന് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ കമ്പനി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആ കമ്പനികളൊക്കെ യുദ്ധത്തിനാവശ്യമായിട്ടുള്ള യുദ്ധക്കോപ്പുകൾ ഉണ്ടാക്കാൻ വേണം ഇനി സജ്ജരാകേണ്ടത്. അമേരിക്കയിൽ ഇപ്പോഴൊരു സാധാരണക്കാരന് ഇഷ്ടമുള്ള കാറ് മേടിക്കാൻ പറ്റില്ല. കാരണം അവരുടെ കാറ് വിൽക്കുന്ന കമ്പനികളുടെ ഫാക്ടറികൾ ഇപ്പോൾ കാറല്ല ഉണ്ടാക്കുന്നത്, ഷെർമാൻ ടാങ്കുകളും ബോംബർ വിമാനങ്ങളും ഉണ്ടാക്കുകയാണ്. ഒരു നല്ല പുതിയ ടൈപ്പ് റൈറ്റർ മേടിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് മാർക്കറ്റിലില്ല. കാരണം നിങ്ങളുടെ ടൈപ്പ് റൈറ്റർ ഉണ്ടാക്കുന്ന കമ്പനി ഇപ്പോൾ ഉണ്ടാക്കുന്നത് ടൈപ്പ് റൈറ്റർ അല്ല, മെഷീൻ ഗണ്ണുകളാണ്. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിലും ഒന്നാം ലോക മഹായുദ്ധത്തിലും നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഈ വീഡിയോയിൽ പരാമർശിച്ചിട്ടില്ല. അത് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല, കാരണം നമ്മുടെ ഉദ്ദേശലക്ഷ്യം വ്യത്യസ്തമാണ്. പക്ഷേ ആ യുദ്ധത്തിൽ എന്താണ് നടന്നതെന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിലെങ്ങനെയാണ് അമേരിക്ക ഇടപെട്ടതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്താണ് ആ യുദ്ധങ്ങൾക്ക് പിന്നിലുള്ള കാരണം, എങ്ങനെയാണ് അത് അവസാനിച്ചതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ വീഡിയോ സീരീസിൻ്റെ ലിങ്കുകൾ ഞാൻ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി അമേരിക്ക മാറിക്കഴിഞ്ഞിരുന്നു. ആ കാലഘട്ടത്തിൽ ലോകത്തിൽ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകളുടെ പകുതിയും അമേരിക്കയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെയും കയ്യിൽ സ്വർണ്ണമില്ല. സ്വർണ്ണമുണ്ടെങ്കിലേ കറൻസി അച്ചടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കറൻസി അച്ചടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഉള്ളത്. പക്ഷേ അമേരിക്കയുടെ പക്കലോ, അവരുടെ പക്കൽ ധാരാളമായി സ്വർണ്ണമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഡോളറിന് നല്ല മൂല്യവുമുണ്ട്. ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ മറ്റ് രാജ്യങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ലോകം ശരിക്കും സാമ്പത്തികമായി തകർന്നു എന്ന് തന്നെ പറയാം, അമേരിക്കയെ ഒഴിച്ച്. ആ ലോകത്തെ വീണ്ടും മടക്കി കൊണ്ടുവരേണ്ടത് അമേരിക്കയുടെ ഉത്തരവാദിത്തമാണ്. അമേരിക്കയ്ക്ക് മാത്രം സാധിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇനി എഴുതാൻ പോകുന്ന നിയമം അത് അമേരിക്ക എഴുതുന്ന നിയമമാണ്. ബാക്കിയുള്ള രാജ്യങ്ങൾ ആ നിയമം അതേപടി പാലിക്കണം. യുദ്ധാനന്തരം 44 രാജ്യങ്ങളിലെ പ്രതിനിധികൾ ന്യൂ ഹാംപ്ഷയറിലെ ഒരു ഹോട്ടൽ ഒത്തുകൂടി. അവരെല്ലാം നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ്. ആ 44 രാജ്യങ്ങൾക്ക് വേണ്ടി അവിടെ നിയമങ്ങൾ എഴുതി ചേർക്കും. ആ രാജ്യങ്ങൾക്കെല്ലാം സ്വർണം വേണം. അവരുടെ കയ്യിൽ സ്വർണം കിട്ടിയാൽ മാത്രമാണ് അവർക്കിനി കറൻസി ഉണ്ടാക്കാൻ പറ്റുന്നത്. സ്വർണ്ണമുള്ളത് അമേരിക്കയുടെ കയ്യിലാണ്. അമേരിക്കയുടെ കയ്യിലുള്ള സ്വർണം എന്തു വില കൊടുത്തും സ്വന്തമാക്കണം. പക്ഷേ അവരുടെ കറൻസി കൊടുത്ത് അത് സ്വന്തമാക്കാൻ കഴിയില്ല. കാരണം അവരുടെ കറൻസിക്ക് ഒരു വിലയുമില്ല. അവരുടെ കറൻസി തൂക്കി വിറ്റാൽ പോലും 1 ഔൺസ് സ്വർണം മേടിക്കാനുള്ള കാശ് പോലും കിട്ടില്ല. അത് മേടിക്കണമെങ്കിൽ അവരുടെ കയ്യിൽ ഇനി ഡോളർ വേണം. ഈ 44 രാജ്യങ്ങൾ കൂടി ചേർന്ന് ഒരു തീരുമാനത്തിലെത്തി. 1 ഔൺസ് സ്വർണത്തിൻ്റെ മൂല്യം $35. 1 ഔൺസ് സ്വർണമെന്ന് പറഞ്ഞാൽ ഏകദേശം 28 ഗ്രാം സ്വർണം. അതായത് അമേരിക്കയുടെ കയ്യിൽ നിന്നും 28 ഗ്രാം സ്വർണം സ്വന്തമാക്കണമെങ്കിൽ പകരം 35 അമേരിക്കൻ ഡോളർ കൊടുക്കണം. ഇത് 43 രാജ്യങ്ങളും അംഗീകരിച്ചു. അമേരിക്കയുടെ ആ കരാറിൽ അവരെല്ലാം ഒപ്പുവെച്ചു. അവർക്ക് അമേരിക്കൻ ഡോളറിനോട് വലിയ വിശ്വാസമായിരുന്നു. കാരണം മറ്റുള്ള രാജ്യങ്ങളുടെ കറൻസി പോലെയല്ല. മറ്റുള്ള രാജ്യങ്ങളുടെ കറൻസി ഒട്ടും സ്റ്റേബിളല്ല. ഇന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം കുത്തനെ താഴോട്ട് പോകും. പക്ഷേ അമേരിക്കൻ ഡോളർ കൃത്യമാണ്. അതുകൊണ്ട് അവരുടെ എല്ലാം കറൻസിയെ സ്വർണവുമായിട്ട് കണക്ട് ചെയ്യാതെ ഡോളറുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങി. എത്രമാത്രം കയ്യിൽ ഡോളറുണ്ടോ അത്രയും മാത്രം കറൻസി അവർക്ക് അച്ചടിക്കാൻ പറ്റുമെന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് ലോക വിപണി തന്നെ മാറി. പക്ഷേ അത് എന്നേക്കുമായിട്ട് തുടർന്നില്ല. പക്ഷേ ഇതായിരുന്നു അമേരിക്കയുടെ കുതിച്ചുചാട്ടത്തിൻ്റെ മറ്റൊരു ടേണിംഗ് പോയിൻ്റ്. ഇതോടുകൂടി അമേരിക്ക ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ലോക പോലീസായിട്ട് മാറി. അമേരിക്കയ്ക്ക് എന്ത് വൃത്തികേടും ചെയ്യാം. അത് ചോദ്യം ചെയ്യാൻ നട്ടലുള്ള രാജ്യങ്ങൾ വളരെ കുറവാണ്. അങ്ങനെയുള്ള രാജ്യങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ അമേരിക്ക വളരെ രൂക്ഷമായിട്ടായിരിക്കും അവരെ നേരിടുക. ഒന്നെങ്കിൽ അവരുടെ രാജ്യത്ത് കയറി ആക്രമിക്കും, അവരുടെ ഭരണകർത്താവിനെ തട്ടിക്കൊണ്ടുപോകും, അതുമല്ലെങ്കിൽ കൊന്നുകളയും. ഇതൊന്നുമല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ ഇറക്കുമതി ചുങ്കം കുത്തനെ ഉയർത്തും. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് പോലെ തലയാട്ടിക്കഴിഞ്ഞാൽ അല്പമൊന്ന് കുറച്ചു തരും താരിഫ്. ഇപ്പോഴും ഈ 2026 പോലും അതങ്ങനെ തുടർന്നു പോവുകയാണ്. പക്ഷേ അത് യാദൃശ്ചികമായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു പവറല്ല, വിൽ പവർ കൊണ്ട് ഒരു കൂട്ടം ജനങ്ങൾ നേടിയെടുത്തതാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ പോലും പ്രാവർത്തികമാക്കാൻ കഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അമേരിക്ക യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടായിരുന്നു.
അമേരിക്കയുടെ കുതിച്ചുചാട്ടത്തിന് പിന്നിൽ പങ്കുവഹിച്ചിട്ടുള്ള മറ്റൊരു പദ്ധതിയായിരുന്നു പനാമ കനാൽ. പനാമ കനാൽ യാഥാർത്ഥ്യമായതോടുകൂടി അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും ഒന്നിച്ചായി. പനാമ കനാലിലൂടെ വ്യാപാരം നടത്തുന്ന അനേകം ചരക്ക് കപ്പലുകൾ ഈ ഒരു കാലഘട്ടത്തിലുമുണ്ട്. അസാധ്യമെന്ന് തോന്നിപ്പിച്ച പനാമ കനാൽ എങ്ങനെയാണ് യാഥാർത്ഥ്യമായത്? എങ്ങനെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും യാഥാർത്ഥ്യമാക്കിയത്? അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ എങ്ങനെയായിരുന്നു? വളരെ വിശദമായിട്ട് മുൻപ് എൻ്റെ സയൻസ് ചാനലിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കും ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നു. ഒന്നുമല്ലാതെ നശിച്ച് നാറാണക്കല്ലെടുത്ത കടത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയ അമേരിക്ക എങ്ങനെയാണ് ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന ശക്തിയായിട്ട് മാറിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ സീരീസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി എന്താണ് നിങ്ങൾക്കറിയേണ്ടത്? നിങ്ങൾക്കറിയാൻ ആഗ്രഹമുള്ള ടോപ്പിക് താഴെ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടികെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസിയായി പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്യുക.